ഇപ്പോൾ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ബിടെക് പഠിച്ച് 4 വർഷം നമ്മൾ നമ്മുടെ ബിടെക്കിൻ്റെ കരിക്കുലം പ്രകാരം പഠിച്ച് കുറച്ച് കാലം ഈ ഒരു എക്സാംസിന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി ഒരു 22 വയസ്സിലോ പോട്ടെ ഒരു 23 വയസ്സിൽ നിങ്ങൾ സർവീസിൽ കയറിയാൽ തന്നെ നിങ്ങൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴത്തേക്കും നല്ലൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാൻ പറ്റും. ആൻഡ് യുവർ കരിയർ വിൽ ബി സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും. ജനറൽ അവയർനെസ്സിനകത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പോളിറ്റി ഉണ്ട്, സയൻറ്റിഫിക് റിസർച്ച്, ഹിസ്റ്ററി, കൾച്ചർ, ഇതെല്ലാം തന്നെ ഉണ്ട്. ടയർ 1ഉം ടയർ 2ഉം നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ SSC JEയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വരികയും ഇൻ്റർവ്യൂവിന് പോയി ജോലി നിങ്ങളുടെ സ്കോറിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബിടെക് 4 വർഷം ബിടെക് ഡിഗ്രിക്ക് ശേഷം പലർക്കും ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നം തന്നെയായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ള കരിയർ എന്ന് പറയുന്നത് എത്രത്തോളം ആൾക്കാർക്ക് ആവശ്യമാണെന്നുള്ളത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ ആൾക്കാർ രക്ഷപ്പെട്ട് വരുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. അത് നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ളൊരു കരിയർ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ സ്റ്റേബിളായിട്ടുള്ള കരിയർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ബിടെക് പഠിച്ച് 4 വർഷം നമ്മൾ നമ്മുടെ ബിടെക്കിൻ്റെ കരിക്കുലം പ്രകാരം പഠിച്ച് നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സാംസ് എഴുതി യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതി വന്ന ഒരാൾക്ക് ചിലപ്പം എങ്ങനെയാണ് ഈ ഒരു എക്സാംസിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. നോർമലി നമ്മൾ ഇപ്പം പാസ് ഔട്ട് ആയി കഴിഞ്ഞ് കുറച്ച് വർഷം നമ്മൾ എക്സാംസിനൊന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ നമ്മൾ വേറെ സൈറ്റിലെ ജോലിയോ അതല്ലെങ്കിൽ നമ്മൾ അപ്സ്കില്ലിംഗ് കോഴ്സസ് വല്ലതും ചെയ്ത് നമ്മൾ വേറെ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സാംസിനെ കുറിച്ച് വലിയ ഐഡിയോ എക്സാംസിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ജേർണിയിലേക്ക് നടന്നില്ലെങ്കിൽ ആക്ച്വലി നമുക്ക് കുറേ വർഷങ്ങൾ വേസ്റ്റ് ആവുകയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനും പറ്റത്തില്ല. സോ നമ്മുടെ ഇനി ഉള്ള കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി വേക്കൻസീസാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. കാര്യം സെൻട്രലിലെടുത്താലും സ്റ്റേറ്റിലെടുത്താലും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വെച്ച് നോട്ടിഫൈ ചെയ്യുന്ന എക്സാംസ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കാണ് ഉള്ളത്. സോ ഈ ഒരു അവസരങ്ങൾ മനസ്സിലാക്കി ഇനിയും ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. കാര്യം നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫേസിലും നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. നമുക്കറിയാം ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിൻ്റെ സിലബസിൽ നേരിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. സോ നമ്മുടെ ജേർണി കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ എക്സാംസിനും ഈ എക്സാം പാറ്റേൺസിനും അല്ലെങ്കിൽ ഈ സബ്ജക്ട്സുകൾക്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമിന് പഠിക്കുന്ന ഒരാൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതാൻ പറ്റുമോ? ഈവൻ ഇഫ് പറ്റിയാൽ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ്? അതായത് നമ്മൾ ഒരു നോർമലി കുറച്ച് കോർ കാര്യങ്ങളുണ്ട്. ഈ കോർ കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന എക്സാംസിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിലബസുകളിൽ മാത്രമായിരിക്കും. സോ സിലബസ് ഓരോ എക്സാംസിൻ്റെയും വെച്ചിട്ട് അതിന് അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ ഒരു ലെവൽ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ആക്ച്വലി നമുക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. സോ ഈ ഫൗണ്ടേഷൻ നിങ്ങളെ സ്ട്രോങ് ആക്കാനായിട്ട് എൻട്രി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ എക്സാംസിനെ കുറിച്ചിട്ടും ആ എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ എങ്ങനെ സ്ട്രോങ് ആക്കും എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ആദ്യം ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് SSC JE എക്സാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ SSC JE എക്സാം എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് എല്ലാ വർഷവും നമുക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. ഡിപ്ലോമക്കാർക്കും ബിടെക് കഴിഞ്ഞവർക്കും MTech കഴിഞ്ഞവർക്കും ഉയർന്ന ഏത് വിദ്യാഭ്യാസ യോഗ്യതയും അതിനുശേഷം എടുത്തവർക്കും എടുക്കാൻ പറ്റും. ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാനും എഴുതാനായിട്ടും സാധിക്കും. എല്ലാ വർഷവും വിളിക്കുന്നൊരു പോസ്റ്റാണ്. പിന്നെ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിന് ഒരൊറ്റ എക്സാമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം തന്നെ ഏറെക്കുറെ 2 ഘട്ടത്തിലായിരിക്കും. അതായത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ SSC JE എന്ന് പറയുന്നത് 2 സ്റ്റേജിൽ നടത്തുന്ന ഒരു എക്സാമാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള, അതായത് ഓരോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ,
ക്വാളിറ്റി അഷുറൻസ്, അങ്ങനെ ഒരുപാട്, അതായത് ഫറാക്ക ബാരേജ് പ്രോജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, ഇങ്ങനെ നമുക്ക് സിവിലിലേക്ക് നോട്ടിഫൈ ചെയ്യുന്ന ഓർഗനൈസേഷൻസിൻ്റെ പേരാണ്. ആൻഡ് അവർക്ക് നമുക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഓൺ ആവറേജ് 32 വയസ്സ് വരെയൊക്കെ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ നോർമലി 30 വയസ്സാണ് ഏജ് റിലാക്സേഷൻ ഏജ് ഉള്ളത്. ഇത് നമുക്ക് ജനറൽ കാറ്റഗറിക്കാണ്. ഇനി റിസർവേഷൻ അനുസരിച്ച് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ 30 വയസ്സ് വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ബിടെക് കഴിയുമ്പോൾ തന്നെ 21 വയസ്സേ ആവത്തുള്ളൂ. ആൻഡ് യു ഹാവ് 9 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. ഈ 9 ഇയേഴ്സും നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണമെന്നല്ല. അപ്പം നിങ്ങൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് 21-ന് നിങ്ങൾ പാസ് ഔട്ടായി നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു കുറച്ച് കാലം ഈ ഒരു എക്സാംസിന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി ഒരു 22 വയസ്സിലോ പോട്ടെ ഒരു 23 വയസ്സിൽ നിങ്ങൾ സർവീസിൽ കയറിയാൽ തന്നെ നിങ്ങൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴത്തേക്കും നല്ലൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാൻ പറ്റും. ആൻഡ് യുവർ കരിയർ വിൽ ബി സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ SSC JEE എക്സാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കൊക്കെയാണ് വിളിക്കാറുള്ളത്. ഇനി നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് ഒന്ന് വരാം. നമുക്ക് 2 സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്, ടയർ 1ഉം ടയർ 2. അപ്പോൾ ടയർ 1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത്, നമുക്ക് അവിടെ ഇതുപോലെ 3 പാർട്ടായിട്ടായിരിക്കും എക്സാംസ് ഉണ്ടാവുക. അതായത് 3 പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് 3 കാറ്റഗറിയിൽ നിന്നായിരിക്കും. ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, രണ്ടാമത്തെ സിവിൽ എഞ്ചിനീയറിംഗ്, മൂന്നാമത്തെ ജനറൽ അവയർനെസ്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സും 50-50 മാർക്കാണ്, വിച്ച് വിൽ മേക്ക് അപ്പ് എ ടോട്ടൽ ഓഫ് 100 മാർക്സ്. ഓക്കെ, അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും 50-50 മാർക്കിന് വേണ്ടി വെയിറ്റേജ് ഉണ്ട്. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് തന്നെ ടെക്നിക്കൽ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 100 മാർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ടോട്ടൽ മാർക്സ് വിൽ ബി 200. ആൻഡ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് 2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ 200 ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കേണ്ടത്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ശരാശരി എത്ര ഉണ്ട്, നമുക്ക് 120 മിനിറ്റ് ഉണ്ട്. ഈ 120 മിനിറ്റിനുള്ളിൽ നമ്മൾ 200 ക്വസ്റ്റ്യൻസ് കടന്നു പോകണം. 120 അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഈ 1 മിനിറ്റിന് താഴെ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാനുള്ള ടൈം. അതുകൊണ്ട് തന്നെ SSC JEE നമ്മൾ ക്വാളിഫൈ ആക്കുന്ന കീ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ്. അപ്പോൾ ഈ സ്പീഡ് എങ്ങനെ വരാം, സ്പീഡിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യമേ നമ്മൾ സ്പീഡല്ല നോക്കേണ്ടത്. കുറച്ച് ആദ്യം നമ്മൾ പഠിക്കേണ്ട ആളാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ്. കാര്യം 100 മാർക്ക് അയാൾ തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ അഥവാ ഫൗണ്ടേഷനാണ് വേണ്ടത്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് നിങ്ങൾ SSC JEE പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾക്ക് RRB JEE എടുത്താലും അതുപോലെ തന്നെ സ്റ്റേറ്റിലെ AE ലെവൽ എക്സാം, നമ്മുടെ കേരള PSCയുടെ AE ലെവൽ എക്സാംസ് എടുത്താലും പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് അതാണ് ഞാൻ പറഞ്ഞത്, ആ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൻ്റെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സാമും എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അത് മാത്രം പോരാ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്സും കൂടി വേണം. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്പീഡി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ബിക്കോസ് നിങ്ങളൊരു ചെറിയ പ്രാക്ടീസ് അതിന് കൊടുത്താൽ മതി. ഡെയിലി ഒരു കുറച്ച് ടൈം ഈ 2 ആൾക്കാർ കൂടെ കൊടുത്ത് സിവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ടയർ 1 നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബിവെയർ ഓഫ് നെഗറ്റീവ് മാർക്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അടിത്തറ സ്ട്രോങ് ആക്കി വെച്ചാൽ പോരാ. ഇനി എന്ത് ചെയ്യണം, അതിനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQs പ്രാക്ടീസ് ചെയ്യണം. MCQs പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി മനസ്സിലാവും. അതുപോലെ തന്നെ എത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇറ്റ്സ് നോട്ട്, നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് സോ ഫാസ്റ്റർ, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് അത്രയും ഫാസ്റ്റർ അല്ലെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോർമലി നമുക്കുള്ള അനലോഗി, വേർഡ് ഫോർമേഷൻ, വെർബൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ് പസൽസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഡിറക്ഷൻ, ഡിസ്റ്റൻസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, കലണ്ടേഴ്സ്. അങ്ങനെ നമ്മൾ നോർമലി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എക്സാംസിന് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ജനറൽ റീസണിങ് ആൻഡ് ഇൻ്റലിജൻസ്. ഇത് പ്രാക്ടീസിലൂടെയും ഷോർട്ട് ടിപ്സിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യാനായിട്ടോ സാധിക്കും. ജനറൽ അവയർനെസ്സിനകത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പോളിറ്റി ഉണ്ട്, സയൻറ്റിഫിക് റിസർച്ച്, ഹിസ്റ്ററി, കൾച്ചർ, ഇതെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വായിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കണ്ടോ, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പോളിറ്റി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻറ്റിഫിക് റിസർച്ച്, കമ്പ്യൂട്ടർ, ജനറൽ കറണ്ട് അഫയേഴ്സ് അറൗണ്ട് 9 മാർക്സ്. ഈ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ചിലപ്പം ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നോർമലി ഒരു
നമ്മുടെ എല്ലാ ദിവസവും പത്രം വായിച്ച് നോട്ട്സ് എഴുതാനൊന്നും ചിലപ്പോൾ സമയം കിട്ടത്തില്ല. ബാക്കി ഇത്രയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹിസ്റ്ററിയൊക്കെ 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഈ പറ്റുന്നത്രയും പഠിക്കുക, ബാക്കി വിടുക. പിന്നെ നമുക്കിവിടെ ഈ കറണ്ട് അഫയേഴ്സ് ഒരുപാട് ടൈം സ്പെയർ ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. പേപ്പറൊക്കെ ദിവസം വായിക്കുക. അതുപോലെ തന്നെ കറൻ്റ്ലി നിങ്ങൾ കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ അപ്ഡേറ്റ് ആവുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് അത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്നിക്കലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം RCC തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. ഇനി നമ്മൾ ബിടെക് പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പാടായിട്ടുള്ള സബ്ജക്റ്റായിട്ട് പറയുന്നതാണ് സ്ട്രക്ചറൽ സബ്ജക്ട്സ്. നോക്കിക്കോളൂ, ഇവിടെ വെയിറ്റേജ് 10 വീതം രണ്ടിനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി A ലെവൽ എക്സാംസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ വെയിറ്റേജ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പറയുകയാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആദ്യമായിട്ട് പഠിക്കണം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും ഡിസൈനിലേക്കും കടക്കാൻ പറ്റുള്ളൂ. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് നമ്മുടെ കീ. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ അടിത്തറ സ്ട്രോങ് ആയില്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്കും സ്ട്രക്ചറൽ സബ്ജക്ട്സ് നിങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല. ബാക്കി സബ്ജക്ട്സിന് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. അവിടെയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സബ്ജക്ട്സ് താരതമ്യേന എളുപ്പ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവർക്കും എഴുതാൻ പറ്റും. എല്ലാവരെയും പോലുള്ള മാർക്കേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ സ്ട്രക്ചറൽ സബ്ജക്ട്സ് തന്നെ പഠിച്ച് തുടങ്ങണം. ഓക്കെ, പിന്നെ നമ്മുടെ സബ്ജക്ട്സ് ഒന്ന് കാണിച്ചു തരാം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ SSCJക്കുള്ളതാണ്. ദെൻ എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ ഉണ്ട്, സർവേയിങ് ഉണ്ട്, ദെൻ സോയിൽ മെക്കാനിക്സ്, ഹൈഡ്രോളിക്സ്, ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ടയർ 1 CBT 1-നും CBT 2-നും ഉള്ള ടെക്നിക്കൽ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ സബ്ജക്ട്സ് കണ്ടു കാണുമല്ലോ. നിങ്ങൾ സാധാരണ ബിടെക്കിന് പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ, ജിയോടെക്, എൻവയോൺമെൻറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ സ്ട്രക്ചറൽ സബ്ജക്ട്സ് വരും. ഇത്രയുമാണ് നമുക്ക് സ്ട്രക്ചറൽ സബ്ജക്ട്സിൽ തന്നെ. ഡിസൈനും വരും, അതുപോലെ തന്നെ മോസ്, അത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, നമ്മുടെ ഡിസൈൻ സ്ട്രക്ചേഴ്സ്, ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്, സ്റ്റീലൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടയർ 1 എക്സാം അങ്ങനെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ടയർ 2 എക്സാം. ടയർ 2 എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഈ ടയർ 2 എക്സാം എന്ന് പറയുന്നത് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 മാർക്കല്ല, 100 ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. ടോട്ടലി 300 മാർക്കാണ് ടയർ 2 ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കിടക്കുന്നതെന്ന് വെച്ചാൽ ടയർ 1 പഠിച്ച ആൾക്ക് ടയർ 2 കിട്ടും. ക്വസ്റ്റ്യൻസ് വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്താണ് 1 മാർക്ക് മാറി 3 മാർക്കായത്? യെസ്, അവിടെ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ടയർ 1-നും ടയർ 2-നും ഒരുമിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് ടയർ 1 നിങ്ങൾ പഠിച്ചതിന് ശേഷം ടയർ 1 ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടയർ 2-ൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എയ്തർ ഇറ്റ് വിൽ ബി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ആവാം. ന്യൂമറിക്കൽസ് കുറച്ച് സോൾവ് ചെയ്യാനുള്ള ന്യൂമറിക്കൽസ് ആവാം. ഏതിരുന്നാലും നിങ്ങൾ കുറച്ചധികം സമയം എടുത്ത് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ വായിച്ച് കൺസെപ്റ്റ് നന്നായിട്ട് അറിയത്തില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരിക്കലും തിയറി അല്ലേ, തിയറി ആണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് നേരെ അറിയത്തില്ലെങ്കിൽ ഈ തിയറി നിങ്ങൾക്ക് വായിച്ചാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വെച്ച് ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ആ പാറ്റേൺ മാറ്റം നിങ്ങൾ എവിടെ പഠിക്കണം? പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ടയർ 2 എഴുതാനായിട്ട്. അപ്പോൾ ടയർ 1-ഉം ടയർ 2-ഉം നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ SSCJയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വരികയും ഇൻ്റർവ്യൂവിന് പോയി ജോലി നിങ്ങളുടെ സ്കോറിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻസ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് SSCJ എക്സാമിൻ്റെ ഒരു ജനറൽ നേച്ചർ എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടി ചുരുക്കത്തിൽ പറയാം, 2 ടയർ എക്സാം ആണുള്ളത്. ടയർ 1 എന്ന് പറയുന്നത് ടെക്നിക്കലും നോൺ ടെക്നിക്കലൂടെ കമ്പൈൻ ചെയ്തതാണ്. 100 മാർക്കാണ് അവിടെ ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ എല്ലാം കൂടി ചേർത്ത് 100 മാർക്ക്, ടോട്ടലി 200 മാർക്ക്. ടയർ 2 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻസിന് ടെക്നിക്കൽ മാത്രമാണുള്ളത്. 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും, 300 മാർക്കാണ് ടോട്ടലി വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ SSCJയുടെ ഘടന. എല്ലാ വർഷവും നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. ഇതിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലാണ് വിളിക്കാറുള്ളതെങ്കിലും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് സിവിലുകാർക്കാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്ന രീതിയിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാം. താങ്ക് യു.